ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി സെക്കൻഡ് സെമ്മിൻ്റെ 5ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. 6 ബ്ലോക്കിൻ്റെ നോട്ട്സ്, സെക്കൻഡ് സെമ്മിൻ്റെ 6 ബ്ലോക്കിൻ്റെ നോട്ട്സ് റെഡിയാണ്. അതുപോലെ ഫസ്റ്റ് സെമ്മിൻ്റെ ഇംഗ്ലീഷ് ഒഴികെയുള്ള നിങ്ങളുടെ പേപ്പറുകളുടെയൊക്കെ മലയാളം പെയ്ഡ് നോട്ട്സാണ് കേട്ടോ. ചാർജ് ഈടാക്കിയിട്ടാണ് നോട്ട്സ് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നോട്ട്സ് ഉണ്ട്. ഫസ്റ്റ് സെമ്മിൻ്റെ എൻ്റെ എല്ലാ വീഡിയോസിന് പിന്നിലും ഞാൻ ലാസ്റ്റിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. ആ നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് നോട്ട് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ വരിക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. 5ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റ് AM ഷാ ദ ഹൗസ് ഹോൾഡ് ആൻഡ് ഫാമിലി ഇൻ ഇന്ത്യ എന്നാണ്. AM ഷായുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. അരവിന്ദ് മണിലാൽ ഷാ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അതാണ് AM ഷാ. MN ശ്രീനിവാസിൻ്റെ കീഴിൽ ഡോക്ടറേറ്റും ഗ്രാജുവേഷനൊക്കെ പൂർത്തിയാക്കിയ വ്യക്തിയാണ് AM ഷാ. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ജോലി ചെയ്തു. 1996 വിരമിച്ചെങ്കിലും 2020 മരണപ്പെടുന്നത് വരെ സോഷ്യോളജിക്ക് അദ്ദേഹത്തിൻ്റേതായ സംഭാവന നൽകിയ വ്യക്തിയാണ്. ഗുജറാത്തിലാണ് അദ്ദേഹം കൂടുതലും ഫീൽഡ് വർക്ക് നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ജാതി, കുടുംബം, ഗാർഹിക ജീവിതം എന്നിവയെക്കുറിച്ച് അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി. ഇവ ഏറെ പ്രാധാന്യം അറിയിക്കുന്ന കൃതികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഗുജറാത്തിലെ ഗ്രാമങ്ങളുടെ ഘടനയും മാറ്റവും അദ്ദേഹം ചരിത്രപരമായ സമീപനത്തിലൂടെയാണ് ചിത്രീകരിച്ചത്. ധാരാളം പുരാവസ്തു ഉറവിടങ്ങളെ അദ്ദേഹം രചനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ രചനകളിൽ ഇൻഡോളജിക്കൽ ഗ്രന്ഥങ്ങളെയോ ഹൈന്ദവ സാഹിത്യങ്ങളെയോ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഡൽഹി ചിന്താധാരയിലെ ഒരു വേറിട്ട പ്രകൃതക്കാരനായിരുന്നു AM ഷാ. ദ ഹൗസ് ഹോൾഡ് ഡയമെൻഷൻസ് ഓഫ് ദ ഫാമിലി, എ ഫീൽഡ് സ്റ്റഡി ഇൻ ദ ഗുജറാത്ത് വില്ലേജ് എന്ന തൻ്റെ ആദ്യ ഗ്രന്ഥം അദ്ദേഹം 1973 പ്രസിദ്ധീകരിച്ചു. ഒന്നുകൂടി ചോദിക്കുക കേട്ടോ. കുടുംബത്തെക്കുറിച്ചുള്ള പഠനത്തിന് ഒരു പുതിയ ഘട്ടത്തിന് ഇതോടെ തുടക്കം കുറിക്കുകയും ചെയ്തു. ഇന്ത്യൻ കുടുംബത്തെയും അതായത് കുടുംബജീവിതത്തെയും കുറിച്ച് പഠിക്കാൻ ശരിയായ മാർഗം വിശകലനാത്മക വിവരണമാണ് എന്നാണ് ഷായുടെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും ആശയപരമായ വ്യക്തത പ്രധാനമായിരുന്നു. പരിമിതമായ വിഭവങ്ങളിൽ നിന്ന് ഭൂതകാലത്തിലേക്ക് വളരെയധികം വായിക്കുന്നവരോ, അതായത് വളരെയധികം ചിന്തിക്കുന്നവരോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആശയങ്ങളിൽ വ്യാപകമായ പ്രസ്താവനകൾ നടത്തുന്നവരുമായിട്ട് അദ്ദേഹം യോജിക്കുന്നില്ല. അതായത് ഏതൊരു സംഗതി എടുത്തിട്ട് അതിനെ വ്യാപകമായിട്ട് അങ്ങനെ പ്രസ്താവിക്കുന്നവരുമായിട്ട് അദ്ദേഹം യോജിക്കുന്നില്ല. ഇനി ദ ഹൗസ് ഹോൾഡ് ആൻഡ് ഫാമിലി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ കുടുംബവും ഗാർഹിക ജീവിതവും എന്നാണ്. കുടുംബത്തിൻ്റെ വർഗീകരണവും അതിൻ്റെ നിർവചനങ്ങളുടെ തരവുമാണ് കുടുംബ സോഷ്യോളജിയിൽ അദ്ദേഹത്തിനേറെ താല്പര്യം ജനിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ കുടുംബസങ്കല്പത്തിൽ പ്രബലമായ ഒന്നാണ് കൂട്ടുകുടുംബം. പല ചിന്തകരും കൂട്ടുകുടുംബം ബ്രിട്ടീഷ് ഭരണത്തോടെ ഛിന്നഭിന്നമാവുകയും ന്യൂക്ലിയർ ഫാമിലി വളർന്നു വരികയും ചെയ്തു എന്നാണ് പ്രസ്താവിക്കുന്നത്. എന്നാൽ കൂട്ടുകുടുംബങ്ങളിലെ അംഗങ്ങൾ കൂടുതൽ നല്ല വരുമാനത്തിന് വേണ്ടി മറുനാടുകളിലേക്ക് കുടിയേറുകയും വരുമാനം ഉണ്ടാക്കുകയും വീടുകളിലേക്ക് അത് അയച്ചു കൊടുക്കുകയും പുറമെ വലിയ സ്വത്തിൻ്റെ ഉടമകളാവുകയും ചെയ്തു. അത് കൂട്ടുകുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി എന്നാണ് ആരുടെ വാദം? AM ഷായുടെ വാദം. അതുകൊണ്ട് ഷാ പറയുന്നത് കുടുംബവും ഗാർഹിക ജീവിതവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ്. ഷാ ഗുജറാത്തിലെ ഗ്രാമങ്ങളിൽ 2ഓ അതിൽ കൂടുതലോ കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നിടത്താണ് ഗവേഷണം നടത്തിയത്. അദ്ദേഹം വിസ്തൃത കുടുംബം അല്ലെങ്കിൽ കൂട്ടുകുടുംബം എന്നൊക്കെയുള്ള ആശയത്തിന് പകരം, നമ്മൾ എക്സ്റ്റെൻഡഡ് ഫാമിലി, ജോയിൻറ്റ് ഫാമിലി എന്നൊക്കെ അതിന് പകരം സിമ്പിൾ ഹൗസ് ഹോൾഡ്, ലളിതമായ കുടുംബം, അതുപോലെ കോംപ്ലക്സ് ഹൗസ് ഹോൾഡ്, സങ്കീർണമായ കുടുംബം, എലമെൻ്ററി ഫാമിലി, പ്രാഥമിക കുടുംബം എന്നീ പദങ്ങളാണ് അദ്ദേഹം സ്വീകരിച്ചത്. തൻ്റെ രചനയ്ക്ക് വേണ്ടി ഫീൽഡ് വർക്ക്, പങ്കാളിത്ത നിരീക്ഷണം എന്നിവയ്ക്ക് പുറമെ ബ്രിട്ടീഷ് ഭരണ റെക്കോർഡുകളും പുരാവസ്തു തെളിവുകളും ശിലാലിഖിതങ്ങളും ഒക്കെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, സോഴ്സുകളായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എലമെൻ്ററി ഫാമിലിയാണ്. അദ്ദേഹത്തിൻ്റെ 3 തരം ഫാമിലികളുണ്ടല്ലോ, അത് പറയാം. നമ്മൾ ചോദിക്കും പരീക്ഷ കേട്ടോ. എലമെൻ്ററി ഫാമിലി എന്ന പ്രാഥമിക കുടുംബം. ഒരു പുരുഷനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ വിവാഹിതരല്ലാത്ത മക്കളും ഉൾപ്പെടുന്നതാണ് പ്രാഥമിക കുടുംബം അല്ലെങ്കിൽ എലമെൻ്ററി ഫാമിലി. അത് ദത്തെടുത്ത മക്കളായാലും പുനർവിവാഹത്തിലെ ഭാര്യ ആയാലും ഇതിലുൾപ്പെടും, എലമെൻ്ററി ഫാമിലിയിൽ ഉൾപ്പെടും, അല്ലെങ്കിൽ പ്രാഥമിക കുടുംബത്തിൽ ഉൾപ്പെടും. ഇനി രണ്ടാമത് പറയുന്നത് സിമ്പിൾ ഹൗസ് ഹോൾഡാണ്, ലളിതമായ കുടുംബം. ഇത് പൂർണ്ണമായതോ അല്ലാത്തതോ ആയ ഒരു പ്രാഥമിക കുടുംബമാണ്. അതായത് അച്ഛൻ, അമ്മ, വിവാഹിതരല്ലാത്ത മക്കൾ എന്നിവർ ഉൾപ്പെടും. വിധവയായ അമ്മയും വിവാഹിതരല്ലാത്ത മക്കളും വിധവയായ ഭർത്താവും, അതായത് ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവും വിവാഹിതരല്ലാത്ത മക്കളും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ വിവാഹിതരായ ജോഡികൾ, ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന പുരുഷന്മാർ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടും. ഷായുടെ അഭിപ്രായത്തിൽ ലളിത കുടുംബത്തിൽ ഉൾപ്പെടും.
ഇനി അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ തരംതിരിവാണ് എന്ത്? കോംപ്ലക്സ് ഹൗസ് ഹോൾഡ്, സങ്കീർണ കുടുംബം എന്നത്. ഒന്നിൽ കൂടുതൽ മാതാപിതാക്കളുള്ള കുടുംബങ്ങൾ ഒന്നിച്ചു താമസിക്കുന്നതാണ് എന്ത്? സങ്കീർണ കുടുംബം. ഷായുടെ നിരീക്ഷണത്തിൽ കണ്ടെത്തിയ മറ്റൊരു തരം സങ്കീർണ കുടുംബമാണ് ഒന്നോ രണ്ടോ മാതാപിതാക്കളും രണ്ടോ അതിലധികമോ വിവാഹിതരായ ആൺമക്കളും ഉള്ള കുടുംബം. മറ്റൊരു വിധമാണ് രണ്ടോ അതിലധികമോ വിവാഹിതരായ സഹോദരങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത്. മാതാപിതാക്കളുടെ മരണം മൂലമാണ് അത് സംഭവിക്കുന്നതെന്നാണ് ഷാ പറയുന്നത്. ഗുജറാത്തിലെ രാധുനാജ് എന്ന ഗ്രാമത്തിൽ ഷാ നടത്തിയ ഫീൽഡ് പഠനത്തിൽ ബന്ധുത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 18 വ്യത്യസ്ത തരം കുടുംബങ്ങളെ കണ്ടെത്തി. ആ 18 വ്യത്യസ്ത തരം കുടുംബങ്ങളും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് വേണമെങ്കിൽ ഒന്ന് വായിച്ചിട്ട് പോകാം. നമുക്കതൊക്കെ കൂടി പറയേണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടാതിരിക്കുകയാണ് കേട്ടോ. അതിൽ ഓരോ കുടുംബം, ആ 18 വ്യത്യസ്ത തരം കുടുംബങ്ങളിൽ ഓരോ കുടുംബവും കുടുംബ പുരോഗതിയുടെ വളർച്ചയിൽ എന്ത് ചെയ്തു? വിവിധ ഘട്ടങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. 18 തരങ്ങളിൽ ആദ്യത്തെ 12 സങ്കീർണ കുടുംബങ്ങളായിട്ട് ഷാ തരംതിരിച്ചു. 18 ആദ്യത്തെ 12 സങ്കീർണ കുടുംബങ്ങളായിട്ട് അദ്ദേഹം തരംതിരിച്ചു. തുടർന്ന് വരുന്ന 12 കഴിഞ്ഞ് വരുന്ന 6 തരം കുടുംബങ്ങളെ ലളിത കുടുംബങ്ങളിലും അദ്ദേഹം ഉൾപ്പെടുത്തി. പിതൃകുടുംബത്തിൻ്റെയും അവരുടെ ഭാര്യമാരുടെയും പാർപ്പിട ഐക്യം എന്ന തത്വം അനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്ന വികസന പ്രക്രിയയിലെ ഒരു ഘട്ടത്തിലാണ് ഓരോ ലളിതമായ കുടുംബവും ഉൾപ്പെടുന്നതെന്നാണ് ഷാ പറയുന്നത്. ഓരോ ലളിതമായ കുടുംബവും അത്തരമൊരു ഘട്ടത്തിലേക്കുള്ള പുരോഗതിയുടെയും പിന്നോക്കാവസ്ഥയുടെയും ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കും. ഷായുടെ അഭിപ്രായത്തിൽ വികസന പ്രക്രിയ 3 ഘട്ടങ്ങൾ മൂലമാണ് സംഭവിക്കുന്നത്. അതിലൊന്നാമത്തത് ജനസംഖ്യാ ഘട്ടമാണ്, അല്ലെങ്കിൽ ജനസംഖ്യാ ഘടകമാണ്. അതിൽ ജനനം, പ്രായപൂർത്തിയാകൽ, മരണം എന്നീ പ്രതിഭാസങ്ങൾ മാത്രമല്ല ലിംഗഭേദവും വ്യക്തികളുടെ എണ്ണവും ഉൾപ്പെടുന്നുണ്ട്. ഈ പ്രതിഭാസങ്ങൾ ജനസംഖ്യാപരമായ ഉത്ഭവമാണെങ്കിലും അവ പ്രവർത്തനത്തിൽ സാമൂഹികമാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഒരു വീട്ടിലെ വിവിധ ബന്ധുക്കൾ താമസിക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി പ്രസ്താവിച്ച മാനദണ്ഡങ്ങളുടെ പരമ്പരയാണ്. അതപ്പോൾ 2 ഘട്ടങ്ങളായി. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ വ്യക്തിബന്ധങ്ങളുടെ മാതൃകയാണ്. ഉന്നത ജാതിക്കാരുടെയും ഉന്നത വർഗ്ഗങ്ങളുടെയും ഒരു സവിശേഷതയായിരുന്നു കൂട്ടുകുടുംബം എന്ന് പറയുന്നതെന്നാണ് ഷാ പറയുന്നത്. അത് സ്വത്തവകാശത്തിൻ്റെയും സംസ്കൃതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒന്നാണെന്നാണ് ഷായുടെ അഭിപ്രായം. അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഗ്രൂപ്പുകളുടെ കാര്യവും ഷാ മറന്നിട്ടില്ല. അദ്ദേഹം അതും നിരീക്ഷിച്ചു. അവരുടെ ഇടയിൽ വീടുകളില്ലെങ്കിലും വിവാഹവും കുടുംബജീവിതവും ഉണ്ടായിരുന്നു എന്നാണ് ഷാ സൂചിപ്പിക്കുന്നത്. എം ഷായുടെ രചനകൾക്ക് അതിൻ്റേതായ പ്രാധാന്യവും പ്രത്യാഘാതങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിലൊന്നാണ് പുരാതന ഇന്ത്യയിലെ കുടുംബത്തെയും കുടുംബജീവിതത്തെയും കുറിച്ച് നാം എങ്ങനെ പരിഗണിക്കുന്നു എന്നത്. വിവിധ കാലങ്ങളിലെ വ്യത്യസ്ത ജീവിത രീതികളെക്കുറിച്ച് നാം നിശബ്ദരായിരുന്നു പല തിയറിസ്റ്റുകളുടെയും രചനകളിൽ. കൂട്ടുകുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം സാമ്പത്തിക ആധുനികവൽക്കരണമാണെന്ന് ഷാ പറയുന്നു. ഇന്ത്യയിലെ ബന്ധുത്വ പഠനങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് പോലും ഷായുടെ രചനകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇത്രയാണ് ആ ഒരു യൂണിറ്റിൽ വരുന്നത്. ചെറിയൊരു യൂണിറ്റാണ് കേട്ടോ. അദ്ദേഹത്തെക്കുറിച്ച് വളരെ ചുരുക്കിയ 2 ഗ്രന്ഥങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഇനി അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പറയാം. ഒന്ന്, ഡിസ്കസ് ദ ഫാമിലി സ്ട്രക്ചർ ഫുഡ് ഫോർത്ത് ഷാ ആൻഡ് എലാബറേറ്റ് ഓൺ ദ ടൈപ്സ് ഓഫ് ഫാമിലി. ഇന്ത്യയിലെ ഫാമിലി ഘടനയെക്കുറിച്ച്, കുടുംബഘടനയെക്കുറിച്ച് ഷായുടെ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലുള്ള 3 തരം കുടുംബങ്ങളുണ്ടല്ലോ അത് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്, എക്സ്പ്ലെയിൻ ദ ഡിഫറൻഷിയേഷൻ ബിറ്റ്വീൻ ഫാമിലി ആൻഡ് ഹൗസ് ഹോൾഡ് ആസ് നരേറ്റഡ് ബൈ ഷാ ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് ഫീൽഡ് വർക്ക് ഇൻ രാജ്നാഥ് ഗ്രാമത്തിൽ, ഗുജറാത്തിലെ രാജ്നാഥ് ഗ്രാമത്തിൽ ഷാ നടത്തിയ ഫീൽഡ് വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബ അല്ലെങ്കിൽ ഗാർഹിക ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് ഷായുടെ അഭിപ്രായം എന്നാണ്. അപ്പോൾ അതിൻ്റെയും കൂടി ആൻസർ കണ്ടെത്തിയാൽ ഏകദേശം ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അത് എസ്സേയായിട്ടും വരെ ചോദിക്കാം. ചെറിയൊരു യൂണിറ്റ് ആണെങ്കിലും ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ലാസ്റ്റിലെ 3 ബ്ലോക്കൊന്ന് നല്ല എസ്സേസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക്സ്.